അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലുള്ള കുറച്ചും കൂടി പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലുള്ള പ്രോബ്ലംസ് അവസാനിച്ച് നമ്മൾ അടുത്ത ചാപ്റ്റർ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ കുറച്ചും കൂടി പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ ചെയ്ത മോഡൽ പ്രോബ്ലംസ് തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരും. അപ്പോൾ നിങ്ങളൊരു ദിവസം അത് ഞാൻ ഡേറ്റ് പറയാം, അന്ന് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് ദാറ്റ് life in hours of a certain kind of radio tube has the probability density function f of x equal to 100 by x square when x greater than or equal to 100 equal to 0 when x less than 100. Find the distribution function of the distribution. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് നൺ ഓഫ് 3 such tubes in a given radio set will have to be replaced during the first 150 hours of operation. What is the probability that all 3 of the original tubes will have been replaced during the first 150 hours? അപ്പോൾ നമുക്കൊരു ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് നമ്മളോട് ആദ്യം കാണാൻ പറ്റുള്ളത്. അപ്പോൾ ആദ്യം അത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്പ്ലിറ്റ് ഫംഗ്ഷനാണ് 100 by x സ്ക്വയർ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ഈക്വൽ ടു 0 വെൻ എക്സ് ലെസ് ദാൻ 0. അപ്പോൾ ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താ കാണുക? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം എക്സ് ലെസ് ദാൻ 100 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100. അങ്ങനെയാണ് ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ -∞ ടു എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? -∞ ടു 100 പ്ലസ് 100 ടു എക്സ് അങ്ങനെ കൊടുക്കാം. -∞ ടു 100 പ്ലസ് 100 ടു എക്സ്. ഈ -∞ ടു 100ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? അതായത് എക്സ് ലെസ് ദാൻ 100 ആവുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ 0 ആണ് വരിക. 100 ടു എക്സ് അതായത് ഗ്രേറ്റർ ദാൻ 100 ഫംഗ്ഷൻ്റെ വാല്യൂ 100 by x സ്ക്വയർ. അപ്പോൾ 100 by x സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇനി അത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് എന്താ വരിക? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക? ഇൻ്റഗ്രൽ 100 ടു എക്സ് എഫ് ഓഫ് എക്സ് പറയുമ്പോൾ അവിടെ 100 by x സ്ക്വയർ ഡി എക്സ് എന്ന് വരും. നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 100 പുറത്തേക്ക് എടുക്കാം. 100 ടു എക്സ് സ്ക്വയറിനെ എക്സ് റേസ് ടു -2 എന്ന് എഴുതാം ഡി എക്സ്. അപ്പോൾ നമുക്കിവിടെ 100 ഔട്ട് സൈഡ് എടുത്തു. എക്സ് റേസ് ടു -2ൻ്റെ ഇൻ്റഗ്രൽ എന്താ? എക്സ് റേസ് ടു -2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -2 പ്ലസ് 1 വിത്തിൻ ദ ലിമിറ്റ് 100 ടു എക്സ്. അപ്പോൾ നമ്മുടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക? അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 പുറത്തേക്ക് എടുത്തു. എക്സ് റേസ് ടു -2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു -1, പിന്നെ അടിയിൽ -2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ -1 100 ടു എക്സ്. ഈ -1 ഇങ്ങോട്ട് തെക്കോട്ട് എടുക്കുക, എന്നിട്ട് ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് അതായത് -1 ഇൻറ്റു 100 ബൈ -1 അത് -100 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, -100 ഇൻറ്റു എക്സ് റേസ് ടു -1നെ 1 by x എന്ന് എഴുതാം. 1 by x വിത്തിൻ ദ ലിമിറ്റ് 100 ടു എക്സ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ -100 കേട്ടോ. അപ്പോൾ -100 1 by x -1 by 100. അത്ര എഴുതി വെച്ചാൽ മതി, ബാക്കി കൂടുതൽ എഴുതണം എന്നൊന്നുമില്ല. അപ്പോൾ എന്താ വരിക? എക്സ് -100 ഇൻറ്റു അതായത് ഇങ്ങനെ എഴുതിയാൽ മതി. എക്സ് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 100 ആവും. ഒരു മിനിറ്റ്, ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു രണ്ട് ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതാം. അതായത് നമുക്ക് ഒന്ന് എക്സ് ലെസ് ദാൻ 100, എക്സ് ലെസ് ദാൻ 100ൽ സ്മോൾ എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അവിടെ 0 ആയിരിക്കും. അതായത് എക്സ് ലെസ് ദാൻ 100. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 100 വരുമ്പോൾ എന്താ വരിക? നമുക്കിപ്പോൾ കിട്ടിയ ഫംഗ്ഷൻ അതായത് -100 ഇൻറ്റു 1 by x -1 by 100. നമുക്ക് രണ്ട് ഇൻ്റർവൽ എക്സ് ലെസ് ദാൻ 100 എന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ എങ്ങനെ ചെയ്യാം? -∞ ടു എക്സ്. അപ്പോൾ അവിടെ 0 ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് 0 കൊടുത്തു. ഈ ഇൻ്റർവെല്ലിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100ൽ -∞ ടു എക്സ് തന്നെയാണ്. പക്ഷേ അവിടെ സ്പ്ലിറ്റിംഗ് വരും. എങ്ങനെ വരും? -∞ ടു 100 പ്ലസ് 100 ടു എക്സ് എന്ന് വരും. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഈ ഒരു റീജിയനിൽ ക്ലിയർലി അത് 0 ആണ്. അപ്പോൾ നമ്മളെ ഡെൻസിറ്റി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇതാണ് വരിക. ഇനി നമുക്ക് അതിൽ ചോദിച്ചിട്ടുള്ള പ്രോബബിലിറ്റീസ് നോക്കാം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ചോദിച്ചു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് നൺ ഓഫ് 3 സച്ച് ട്യൂബ്സ്, അതായത് 3 ട്യൂബ്സ് ഉണ്ട്,
in a given radio set will have to be replaced during the first 150 hours of operation. അതായത് ഫസ്റ്റ് 150 hours of ഓപ്പറേഷനിൽ 3 ട്യൂബ് നമ്മൾ റീപ്ലേസ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നുള്ളത്. ഒരു ട്യൂബും റീപ്ലേസ് ചെയ്യണില്ല. അതിൻ്റെ അർത്ഥം എന്താ, ഈ 150 ഹവേഴ്സിലും എല്ലാ ട്യൂബും നിൽക്കണം. അപ്പോൾ എല്ലാ ട്യൂബും 150 ഹവേഴ്സിലും നിൽക്കാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 3 ട്യൂബ് കേട്ടോ, 3 ട്യൂബാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു ട്യൂബ് 150 ഹവേഴ്സ്, മാക്സിമം 150 ഹവേഴ്സ് നിൽക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രോബബിലിറ്റി ദാറ്റ് എ ട്യൂബ് വിൽ ലാസ്റ്റ് ഫോർ ഫസ്റ്റ് 150 ഹവേഴ്സ് ഈസ് ഗിവൺ ബൈ, അതെന്താ വരിക, പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് മാക്സിമം 150 ഹവേഴ്സ് നിൽക്കാനുള്ള പ്രോബിലിറ്റി എന്താ വരിക, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 150. അപ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത് 100ൻ്റെ മുകളിലേക്കും 100ൻ്റെ താഴേക്കുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 0 to 100, ഇപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 150 അറിയുമ്പോൾ 0 to 100 പ്ലസ് 100 to 150. കാരണം 100ൻ്റെ മുകളിലേക്ക് നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ ഉള്ളൂ, ബാക്കിയുള്ളടത്ത് 0 ആണ്. അപ്പോൾ പിന്നെ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്താൽ മതി, 100 to 150 കൺസിഡർ ചെയ്താൽ മതി. അവിടെയല്ലേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ, ഇവിടെയൊക്കെ 0 അല്ലേ. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 150 അറിയുമ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്താൽ മതി, 100 to 150 കൺസിഡർ ചെയ്താൽ മതി. കാരണം 100ൻ്റെ താഴെ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ പി ഓഫ് 100 to 150. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ 0 ആണ് വരിക, അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 100 to 150 ഫംഗ്ഷൻ്റെ വാല്യൂ 100/x² ആണ് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 100 to 150 എഫ് ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 100 to 150 100/x² dx ദാറ്റ്സ് ഈക്വൽ ടു 1/3. അപ്പോൾ ഒരു ട്യൂബ് ലാസ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ഇത്. അപ്പോൾ അങ്ങനെ 3 ട്യൂബ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, 1/3 ഇൻറ്റു 1/3 ഇൻറ്റു 1/3, അതായത് 1/3 ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/27. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മറ്റേ ക്വസ്റ്റ്യൻ. അതായത് എന്താ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഓൾ 3 ഓഫ് ദ ഒറിജിനൽ ട്യൂബ്സ് വിൽ ഹാവ് ബീൻ റീപ്ലേസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 150 hours. എല്ലാതും റീപ്ലേസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ നമ്മളത് എന്താ, എളുപ്പമാണ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി കണ്ടു. അപ്പോൾ ഒരു ട്യൂബ് റീപ്ലേസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും, ഇതിൻ്റെ റിവേഴ്സ് അല്ല വരിക, ഇതിൻ്റെ കോംപ്ലിമെൻറ്റാണ് വരിക. അപ്പോൾ 1 - 1/3 വരും. ടോട്ടൽ 1 ആണ് വരിക. അപ്പോൾ റീപ്ലേസ് ചെയ്യാതിരിക്കാനുള്ളത് 1/3. അപ്പോൾ റീപ്ലേസ് ചെയ്യാനുള്ളത് എന്തായിരിക്കും, 1 - 1/3 എന്ന് വരും, അത് 2/3. അപ്പോൾ ഒരു ട്യൂബ് റീപ്ലേസ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് 2/3. അപ്പോൾ 3 ട്യൂബ് റീപ്ലേസ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും, 2/3 ഇൻറ്റു 2/3 ഇൻറ്റു 2/3. അപ്പോൾ 2/3 ക്യൂബ് വരും, ദാറ്റ്സ് ഈക്വൽ ടു 8/27. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കാം. എ പോയിന്റ് ഈസ് ചോസൺ അറ്റ് റാൻഡം ഓൺ ദ ലൈൻ സെഗ്മെൻറ്റ് 0 to 2. അതായത് ഈ ഒരു ഇൻ്റർവെലാണ് 0 ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to 2 എന്നാണ് കേട്ടോ, ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to 2. ഈ ഒരു ഇൻ്റർവെലിന് നമ്മളൊരു പോയിന്റ് റാൻഡമായിട്ട് ചൂസ് ചെയ്യാണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ചോസൺ പോയിന്റ് ലൈസ് ബിറ്റ്വീൻ 1 and 3/2. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന പോയിന്റ് 1ൻ്റെയും 3/2 പറയുമ്പോൾ 1.5, 1ൻ്റെയും 1.5ൻ്റെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് റെപ്രസെൻറ്റ്സ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ ചോസൺ പോയിന്റ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ എക്സ് കോർഡിനേറ്റ് ആണ് നമ്മൾ എടുക്കുന്ന വേരിയബിളിൻ്റെ എക്സ് കോർഡിനേറ്റ്. ഇപ്പോൾ എക്സ് വൈ കോർഡിനേറ്റ്സ് ഉണ്ടാവില്ലേ, നമുക്ക് എക്സും വൈ കോർഡിനേറ്റ്സും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലൈൻ സെഗ്മെൻറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റിൽ എക്സ് കോർഡിനേറ്റ് ഉണ്ടാവുള്ളൂ, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എക്സ് കോർഡിനേറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ എന്താണ്, നമ്മൾ എടുക്കുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ CDF എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഇത് വെച്ചിട്ട് നമുക്കൊരു ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതെന്താണ്, ഒരു ലൈൻ സെഗ്മെൻറ്റിലെ പോയിന്റ് നമ്മൾ ആർബിട്രറി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ അതിൽ ഏത് പോയിന്റും വരാം അല്ലേ. അപ്പോൾ എന്താ വരിക, അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും, അതായത് എനി പോയിന്റ് ഈസ് ഈക്വലി ലൈക്ക്ലി. കാരണം എല്ലാ പോയിന്റിനും ഒരേ പ്രോബബിലിറ്റി ഉള്ളത് അല്ലേ. നമ്മൾ അതിനൊരു പോയിന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റും ആവാം. അപ്പോൾ എല്ലാ പോയിന്റിനും ഒരേ പ്രോബബിലിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, എല്ലാ പോയിന്റും ഈക്വലി ലൈക്ക്ലിയാണ്. ഇൻ ദ കണ്ടിന്യൂസ് കേസ് ഈക്വലി ലൈക്ക്ലി ഇംപ്ലൈസ് യൂണിഫോം ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈക്വലി ലൈക്ക്ലി ആണെങ്കിൽ അവിടെ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും, യൂണിഫോം, അത് ഒരേ ഡെൻസിറ്റി ആയിരിക്കും അവിടെ വരിക. എല്ലാ പോയിന്റിലും ഒരേ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് അവിടെ വരിക. ആ ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ, നമുക്ക് തന്ന ഇൻ്റർവെല്ലില്ലേ, തന്ന ഇൻ്റർവെൽ ഇപ്പോൾ നമുക്ക് AB എന്ന് പറഞ്ഞ ഇൻ്റർവെലാണ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ 0 to എന്നാണ്. ഇപ്പോൾ നമുക്ക് ജനറലായിട്ട് AB എന്ന് പറഞ്ഞ ഇൻ്റർവെലാണെങ്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് ചൂസ് ചെയ്യാനുള്ള അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെയാണ്, 1/B മൈനസ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുക, ആ ഡെൻസിറ്റി ഫംഗ്ഷൻ ചൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഇൻ്റർവെല്ലിൽ ഒരു പോയിന്റ് നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത് ഏത് പോയിന്റിനും ഒരേ പ്രോബബിലിറ്റിയാണ് വരിക. അപ്പോൾ യൂണിഫോം ആയിരിക്കും ആ ഡെൻസിറ്റി ഫംഗ്ഷൻ. യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരേ വാല്യൂ ആയിരിക്കും, ആ ഇൻ്റർവെല്ലിലത്തെ എല്ലാ പോയിന്റിനും ഒരേ വാല്യൂ ആയിരിക്കും.
അതാണ് യൂണിഫോം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കാണാൻ എന്താണ് വഴി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/p മൈനസ് എ. അപ്പോൾ ഇവിടെ ഇൻ്റർവെൽ 0 to 2 ആണ്. അപ്പോൾ ബി എന്താണ്? 0 to 2 എന്ന് പറയുമ്പോൾ ബി എന്താ വരിക? 2 വരും. എ എന്ത് വരും? 0 എന്നും വരും. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ 1/2 1/b മൈനസ് എന്ന് പറഞ്ഞാൽ 1/2 മൈനസ് 0, അപ്പോൾ 1/2 എന്ന് വരും. 0 to 2 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1/2, പിന്നെ ബാക്കിയുള്ളിടത്തൊന്നും ഇല്ല അല്ലേ, അപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ 0. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ നമുക്ക് പ്രോബിലിറ്റി ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അത്തരത്തിലുള്ള ഡെൻസിറ്റി ഫംഗ്ഷൻ എടുക്കുക. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പോയിന്റ് ലൈസ് ബിറ്റ്വീൻ 1-ൻ്റെയും 3/2 ഇടയിൽ കിടക്കാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കാണണം? പ്രോബിലിറ്റി ഓഫ്, ഇവിടെ പ്രോബിലിറ്റി ഓഫ് എന്നുണ്ട്, പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2. അതായത് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് 1-ൻ്റെയും 3/2 ഇടയിൽ കിടക്കാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ അതെന്താ ചെയ്യാം? ഇൻ്റഗ്രൽ 1 to 3/2 സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് വരും അല്ലേ? ഇൻ്റഗ്രൽ 1 to 3/2 സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ സ്മോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1/2 ആണ് അല്ലേ? 0 മുതൽ 2 വരെ 1/2. അപ്പോൾ 1 to 1/2 പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലാണ് വരിക. 1/2 അല്ലേ, സോറി 3/2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലാണ് വരിക. അപ്പോൾ 0 മുതൽ 3/2 വരെയും ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? n/2 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ 1 to 3/2 1/2 ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു 1/, കാരണം ഇത് കോൺസ്റ്റൻ്റ് അല്ലേ. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 1/2 ഔട്ട് സൈഡ് എടുക്കും, പിന്നെ നമുക്ക് എക്സ് എന്ന് വരും. എക്സ് വിത്തിൻ ദ ലിമിറ്റ് 1 to 3/2 എന്ന് വരും. അപ്പോൾ 1/2 3/2 മൈനസ് 1 വരും. അപ്പോൾ എന്താ വരിക? 1/2, ഇത് ഒരു മിനിറ്റ്, ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇത് 1/4 ആണ് വരിക. ഇവിടെ 1/4 എന്നാണ് വരിക, കാരണം 1/2 നമ്മൾ ഔട്ട് സൈഡ് എടുക്കും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വിത്തിൻ ദ ലിമിറ്റ് 1 to 3/2. അപ്പോൾ 1/2 ഇൻറ്റു 3/2 മൈനസ് 1. 3/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 1/2. അപ്പോൾ 1/2 ഇൻറ്റു 1/2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1/4. ഇവിടെ 1/4 ആണ് വരിക. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇനി നമ്മളോട് അതിൻ്റെ എക്സ് റെപ്രസെൻസ് എന്താ പറയുക, എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ CDF ആണ് ചോദിച്ചത്. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്, നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കാണണം. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷന് 0 to 2 വരെ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ 0 ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റർവെൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത് എങ്ങനെയാണ്? 0 to 2 അല്ലേ, ഇങ്ങനെ അല്ലേ, 0 മുതൽ 2 വരെയാണ് ഇൻ്റർവെൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എല്ലായിടത്തേക്കും ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആദ്യം -∞ to 0 ചെയ്യണം, പിന്നെ 0 to 2 ചെയ്യണം, പിന്നെ 2 to ∞ ചെയ്യണം. അപ്പോൾ -∞ to 0 എന്താ വരിക? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് വരിക. അപ്പോൾ -∞ to 0 ഫംഗ്ഷൻ്റെ വാല്യൂ ഒന്നുമില്ല, 0 ആണ്. അപ്പോൾ ഇത് എന്ത് വരും? -∞ to എക്സ് 0 ഡി എക്സ് എന്ന് വരും. അതെന്താ കിട്ടുക? 0. അപ്പോൾ -∞ to 0 ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? 0 ആണ്. ഇനി 0 to 2 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ എടുക്കുക. 0 to 2 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ 0 to 2 എന്താ വരിക? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് വരും. അതായത് -∞ to എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെയാണ് വരിക. പക്ഷേ അവിടെ -∞ to എക്സിൽ 0 to 2 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ നമുക്ക് രണ്ടായിട്ട് ചെയ്യണം. കാരണം എന്താ? -∞ to 0 ഫംഗ്ഷന് ഒരു വാല്യൂവും 0 മുതൽ 2 വരെ. അപ്പോൾ അതിന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് എക്സ് എന്നാണ് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 0 മുതൽ 2, അതായത് 0 to എക്സ് എന്ന് പറയുമ്പോൾ 0 to 2ൻ്റെ ഇടയിൽ ഏത് വാല്യൂ ആവാം. അപ്പോൾ 0 to എക്സ് വരെ ഫംഗ്ഷന് വേറെ വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യണത്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? -∞ to എക്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് -∞ എക്സ് എന്ന് പറയുന്നത് 2 വരെ വരാം. അപ്പോൾ -∞ to 0 വരെ ഫംഗ്ഷന് ഒരു വാല്യൂ ആണ്, പിന്നെ 0 മുതൽ 2 വരെ ഫംഗ്ഷന് വേറെ വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ -∞ to 0 എഴുതി, പ്ലസ് 0 to പിന്നെ 2 എന്ന് എഴുതൂല. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് എക്സ് എന്ന് എഴുതാൻ പകരം എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ -∞ to 0 ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. എഫ് ഓഫ് എക്സ് 0 to 2 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 1/2 എന്നാണ്. അപ്പോൾ ഇല്ലെങ്കിൽ 0 to x 1/2 ഡി എക്സ് അതെന്ത് വരും? x/2 എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2 to ∞. അപ്പോൾ നമ്മളിപ്പോൾ -∞ to 0 ചെയ്തു, 0 to 2 ചെയ്തു, ഇനി 2 to ∞ ചെയ്യണം. അപ്പോൾ അതെന്താ കാട്ടുക? 2 to ∞ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക. ആദ്യം -∞ to 0 അവിടെ ഫംഗ്ഷൻ ഒരു വാല്യൂ ആണ്, പിന്നെ 0 to 2 വരെ ഫംഗ്ഷൻ വേറെ വാല്യൂ ആണ്, പിന്നെ 2 to ∞ ഈ -∞ to 0 ഒരേ വാല്യൂ, അതായത് 0 ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 to ∞, 2 to x എന്നാണ് കേട്ടോ അവിടെ കൊടുക്കേണ്ടത്. 2 to ∞ എന്നല്ല, 2 to x എന്നാണ് കൊടുക്കേണ്ടത്. 2 to x. അപ്പോൾ -∞ to 0 ഫംഗ്ഷൻ്റെ വാല്യൂ 0, 0 to 2 ഫംഗ്ഷൻ്റെ വാല്യൂ 1/2,
2 to x ഗ്രേറ്റർ ദാൻ 2ലും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് തന്നെയാണ് 0 ആണ്. അപ്പോൾ അവിടെ 0. നമുക്ക് 1/2 dx എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താ വരിക 1 എന്ന് വരും അവിടെ അല്ലേ, വാല്യൂ 1 വരും. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? -∞ മുതൽ 0 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0, 0 മുതൽ 2 വരെ ഫംഗ്ഷൻ വാല്യൂ x/2, പിന്നെ ഇവിടെ ഒരു ടേമും കൂടി വരും. എന്താ വരിക 2x ഗ്രേറ്റർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, അതായത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇങ്ങനെ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ വരിക 1 എന്ന് വരും. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരിക. അപ്പോൾ ഇതാണ് CDF വരിക. ഓക്കെ ആണോ? നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. അതെന്താ വെച്ചാൽ ഞാൻ നമുക്ക് ചെയ്യാത്ത പ്രോബ്ലംസിൻ്റെ ടൈപ്പ് ചെയ്തിട്ടാണ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. Suppose that the amount of money in rupees that a person has saved, നെഗറ്റീവ് സേവിങ്സ് റെപ്രസെൻറ്റിംഗ് ഡെപ്റ്റ്, നെഗറ്റീവ് സേവിങ്സ് ഉദ്ദേശിക്കുന്നത് കടമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു എന്നുള്ളൂ. ഈസ് ഫൗണ്ട് ടു ബി റാൻഡം ഫിനോമിനൻ വിത്ത് ദ പ്രോബിലിറ്റി ഡെൻസിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ വാല്യൂസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഫംഗ്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂവസ് ഇഫ് സോ സ്പെസിഫൈ ഇറ്റ്സ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കാണാം? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ്, ഇപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണോ എന്ന് എങ്ങനെ നോക്കുക? അതിൻ്റെ തന്നിട്ടുള്ളത് ഇൻ്റർവെല്ലിലാണോ ഡിഫൈൻ ചെയ്തേക്കണേ നോക്കും. ഇൻ്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്തേക്കണമെങ്കിൽ റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആയിരിക്കും. അല്ല x=0, x=1 അങ്ങനെ ഓരോ പോയിന്റിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആയിരിക്കും. പക്ഷേ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെ കണ്ടിന്യൂസ് ആണോ അല്ലേന്ന് നോക്കുക. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക? അതായത് ഇങ്ങനെ ഇൻ്റർവെല്ലിൽ തന്നാൽ, കാരണം പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് എന്തായാലും ഇൻ്റർവെല്ലാണ് തരിക, പോയിന്റിലല്ല തരിക. അത് നമുക്ക് ഡിസ്ക്രീറ്റ് ആണെങ്കിലും പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ എഴുതും. കാരണം നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ ഡെൻസിറ്റി അല്ല ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇൻ്റർവെല്ലിലാണ് എഴുതുക. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എപ്പോഴും ഇൻ്റർവെല്ലിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവെല്ലിൽ തരുമ്പോൾ അത് കണ്ടിന്യൂസ് ആണോ എന്ന് എങ്ങനെ നോക്കുക? നമ്മൾ ഈ പോയിന്റ് നോക്കുക. ഇവിടെ നമുക്ക് 0-ലല്ലേ ബ്രേക്ക് വരുന്നത്. ഈ സീറോൻ്റെ അപ്പുറത്തേക്കും സീറോൻ്റെ ഇപ്പുറത്തേക്കും 2 വാല്യൂ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 0-ൽ ഈ 2 വാല്യൂ ഈക്വൽ ആണോ എന്ന് നോക്കുക. അതായത് ഈ വാല്യൂവിൽ 0 ഇട്ട് കൊടുക്കുക. ഈ വാല്യൂവിൽ 0 വരുമ്പോൾ എന്താ വരിക 1/2 എന്ന് വരും അല്ലേ. e⁻⁻0/50² എന്ന് വരും. അപ്പോൾ e⁻0 എന്ന് വരും. e⁻0 എന്താ 1 ആണ്. അപ്പോൾ 1/2 എന്ന് വരും. ഇനി ഇതിൽ കൊടുക്കുക. ഇതിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ വരിക 1-1/2 e⁻0 എന്ന് വരും. അതും എന്ത് വരും 1-1/2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1/2. അപ്പോൾ 0 ഈ 2 ഇത് മാത്സിലത്തെ കുട്ടികൾക്ക് അറിയും. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കൂലേ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മാത്സിലുള്ള കണ്ടിന്യൂറ്റിയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് ആവുന്ന പോയിന്റിൽ ഈ 0 എന്നുള്ളത് ഈ വാല്യൂവിൽ ഇട്ട് കൊടുക്കുക, ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരേ വാല്യൂ ആണോ ഇപ്പോൾ ഇവർ 2 കൊടുക്കുമ്പോൾ നമുക്ക് 1/2 കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. അപ്പോൾ ഞാനൊരു വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഈ ഒരു ഫംഗ്ഷൻ നോക്കുക. ഇതെങ്ങനെ കണ്ടിന്യൂസ് ആണോ നോക്കുക. ഇവിടെ 3 ബ്രേക്കിംഗ് പോയിന്റ് വരുന്നുണ്ട്. അതായത് 0-ൽ വരുന്നുണ്ട്, 2 ബ്രേക്കിംഗ് പോയിന്റ് വരുന്നുണ്ട്. 0-ലും വരുന്നുണ്ട്, 1-ലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആണോ നോക്കണം. അപ്പോൾ ആദ്യം 0 എന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ 0 കൊടുക്കുമ്പോൾ എന്താ വരിക 0. ഇനി ഈ 0 എന്നുള്ളത് ഇതിൽ കൊടുക്കുമ്പോൾ എന്താ വരിക 0. അപ്പോൾ അത് രണ്ടും ഈക്വലാണ്. അപ്പോൾ നമുക്ക് അവിടെ 0-ൽ കണ്ടിന്യൂസ് ആണ്. ഇനി 1 ഇതിൽ കൊടുക്കുക. 1 ഇതിൽ കൊടുക്കുമ്പോൾ 1/2, 1 ഇതിൽ കൊടുക്കുക. അപ്പോൾ എന്താണ് വരിക 1/2. അപ്പോൾ നമ്മൾ ആ എൻ പോയിന്റിൽ ഇപ്പോൾ ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ഇതിലും കൊടുക്കുക, ഇവിടെ 1 ഉണ്ട്, അപ്പോൾ ഇതിലും കൊടുക്കുക. ആ 2 1 അതിൽ നമ്മൾ ആ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഈക്വൽ വാല്യൂ കിട്ടണം. അങ്ങനെ നമ്മൾ എവിടേക്ക് അതിൻ്റെ ബ്രേക്കുകൾ വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഈക്വൽ ആവണുണ്ടോ നോക്കുക. അങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും കണ്ടിന്യൂറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് തന്നാൽ അങ്ങനെയാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇഫ് സോ സ്പെസിഫൈ ഇറ്റ്സ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടാ സിൻസ് ദ വാല്യൂ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈസ് സെയിം അറ്റ് ദ പോയിന്റ് x=0. x=0-ൽ 2 പോയിന്റും 2 വാല്യൂ ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതെന്താണ് കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി അല്ലേ. ക്യാപിറ്റൽ എഫ് തന്നിട്ട് സ്മോൾ എഫ് കാണാൻ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇൻ്റർവെല്ലിൽ ഡെറിവേറ്റീവ് കണ്ടു, പിന്നെ മറ്റേ ഇൻ്റർവെല്ലിൽ ഡെറിവേറ്റീവ് കണ്ടു. അപ്പോൾ ഡെറിവേറ്റീവ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? അതായത് 1/2 × e⁻⁻x² ആണ് വരുന്നത് അല്ലേ. 1/2 × e⁻⁻x². അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക?
അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, 1/, ഇവിടെ ഈ ഭാഗം എടുക്കുക. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് 1/2. e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. അപ്പോൾ -1/2 സ്ക്വയർ എന്ന് വരും. പക്ഷേ ഇവിടെ എക്സ് അല്ല, ഇവിടെ നമുക്ക് -x/50 ഹോൾ സ്ക്വയറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, അതായത് ഇവിടെ 1/2. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -150 ഹോൾ സ്ക്വയർ, അതായത് -150 ഹോൾ സ്ക്വയർ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. പിന്നെ e⁻x ഡെറിവേറ്റീവ് 2x എന്ന് വരും. പിന്നെ e⁻x/50 ഹോൾ സ്ക്വയർ, അതാണ് ഡെറിവേറ്റീവ് വരിക. അപ്പോൾ ഇത് പിന്നെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുണ്ടാവുക കേട്ടോ. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഡെറിവേറ്റീവ് ഒന്നും നമ്മൾ ഇവിടെ പറയേണ്ട സാധനമല്ല. നിങ്ങളെന്ത് പഠിക്കേണ്ടതാണ്, അല്ലാത്ത ശബ്ദത്തിൽ പഠിക്കേണ്ടതാണ്. ഇനി ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയാൽ അതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വന്നാലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ പറഞ്ഞപ്പോൾ അറിയുന്നവർക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ലെങ്തി ആവാതെ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. അതുപോലെ മറ്റേ ഇൻ്റർവെല്ലിൽ വേറെ ഫംഗ്ഷനാണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് ഇതുമാണ് കിട്ടുക. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, കുറേ പ്രോബബിലിറ്റീസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, മോർ ദാൻ 50 റുപ്പീസ് ആകുമ്പോൾ ഉള്ള പ്രോബിലിറ്റി, ലെസ് ദാൻ 50 റുപ്പീസ് ആകുമ്പോൾ ഉള്ളത്, ബിറ്റ്വീൻ -50 50 ആകുമ്പോൾ ഉള്ളത്, ഈക്വൽ ടു 50 ആകുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ തരുമ്പോൾ നമ്മൾ ഇതിനൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ ആദ്യം P(x) ഗ്രേറ്റർ ദാൻ 50 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ P(x) ഗ്രേറ്റർ ദാൻ 50 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കാരണം ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ് തന്നിട്ടുള്ളത്, x ലെസ് ദാൻ ഓർ ഈക്വൽ 0, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 എന്നാണ് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റിൽ തരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അതായത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാറ്, P(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ക്യാപിറ്റൽ F(x) ആണ്. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ തന്നിട്ടുള്ളത്, ഡെൻസിറ്റി ഫംഗ്ഷൻ ആകുമ്പോഴാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാറ്. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പ്രോബിലിറ്റി ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ തരുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ റിവേഴ്സ് 1 - എടുക്കണം. അപ്പോൾ 1 - P(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 150. അപ്പോൾ P(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 150 എന്താ, ക്യാപിറ്റൽ F(50) ആണ്. അപ്പോൾ ക്യാപിറ്റൽ F(50) എന്ന് പറയുമ്പോൾ 50 ഏത് റേഞ്ചിലാണ് വരിക, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 അല്ലേ വരിക, 50 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക, ഈ വാല്യൂ കൊടുക്കുക. അപ്പം എക്സിന് പകരം 50 എന്ന് കൊടുക്കുക. ഈ വാല്യൂവിൽ എക്സിന് പകരം 50 എന്ന് കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ നമ്മൾ മുന്നേ ചെയ്തതാട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ വാല്യൂ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/2e എന്ന് കിട്ടും. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -50 ആണ്. അപ്പോൾ അതിൻ്റെ f(-50) കണ്ടാൽ മതി. അപ്പോൾ -50 എന്ന് പറയാൻ x ലെസ് ദാൻ 0 ആ ഭാഗത്താണ് വരിക. അപ്പോൾ നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. ഫംഗ്ഷൻ്റെ ആ വാല്യൂവിൽ എക്സിന് കൊടുക്കുക, എക്സിന് -50 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് 1/2e എന്ന് കിട്ടും. പിന്നെ അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബിറ്റ്വീൻ -50 ആൻഡ് 50 ആണ്. അപ്പോൾ -50 50ൻ്റെ ഇടയിലാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആകുമ്പോൾ ക്യാപിറ്റൽ F(50) മൈനസ് ക്യാപിറ്റൽ F(-50). അപ്പോൾ 50 എന്നുള്ളത് x ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഭാഗത്താണ് വരിക. അപ്പോൾ അവിടുത്തെ ആ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. -50 അറിയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ 0, അപ്പോൾ ആ വാല്യൂ കൊടുക്കുക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 - 1/. ഇപ്പോൾ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ, കാരണം ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. പിന്നെ ഇവിടെ ഫംഗ്ഷൻ്റെ വ്യത്യാസം ഉണ്ട് എന്നുള്ളൂ. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുണ്ട്, ഈക്വൽ ടു P(x) ഈക്വൽ ടു എന്ന് ചോദിച്ചിട്ടുണ്ട്. P(x) ഈക്വൽ ടു 50ൻ്റെ പ്രോബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ആകുമ്പോൾ ഈക്വൽ ടു വരുന്ന കേസിൽ 0 ആയിരിക്കും പ്രോബിലിറ്റി എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ കുറേ പ്രോപ്പർട്ടി പറഞ്ഞിരുന്നില്ലേ, നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ടു എന്ന് പറഞ്ഞ കേസിൽ വരുമ്പോൾ പ്രോബിലിറ്റി എന്തായിരിക്കും, 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് പറയാം, 0 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തരുമ്പോഴുള്ള പ്രോബിലിറ്റി കാണലും ഡെൻസിറ്റി ഫംഗ്ഷൻ തരുമ്പോഴുള്ള പ്രോബിലിറ്റി കാണലും ശ്രദ്ധിക്കണം. ഡെൻസിറ്റി ഫംഗ്ഷൻ തരുമ്പോഴാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കുക. ഡിസ്ട്രിബ്യൂഷൻ തരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ F ഇങ്ങനെ ഇട്ട് ചെയ്താൽ മതി. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ഇത് എന്താ പറഞ്ഞിട്ടുള്ളത്, കണ്ടീഷണൽ പ്രോബിലിറ്റി. അതായത് വാട്ട് ഈസ് ദ കണ്ടീഷണൽ പ്രോബിലിറ്റി ദാറ്റ് ദ എമൗണ്ട് ഓഫ് സേവിങ്സ് പൊസസ്ഡ് ബൈ എ പേഴ്സൺ വിൽ ബി, ഒന്നെന്താണ്, ലെസ് ദാൻ ₹100 ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് മോർ ദാൻ 50. അപ്പോൾ x ലെസ് ദാൻ 100 ഗിവൺ മോർ ദാൻ 50. അതുപോലെ തന്നെ മോർ ദാൻ 50 ഗിവൺ ലെസ് ദാൻ 100. അപ്പോൾ ആ രണ്ടും കാണണം. അപ്പോൾ അതെങ്ങനെ കാണാം, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, x ലെസ് ദാൻ 100 ഗിവൺ x ഗ്രേറ്റർ ദാൻ 50. അപ്പോൾ a ഗിവൺ b ആണിത്. അപ്പോൾ a ഗിവൺ b എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബിലിറ്റി ഓഫ് a ഇൻ്റർസെക്ഷൻ b ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് b അല്ലേ. അപ്പോൾ a ഇൻ്റർസെക്ഷൻ b ആണ് നമ്മളിങ്ങനെ കോമട്ടിട്ട് എഴുതിക്കുന്നത്. കാരണം രണ്ടും ആവണം, x ലെസ് ദാൻ 100 ആവണം, x ഗ്രേറ്റർ ദാൻ 50 ആവണം. അപ്പോൾ എങ്ങനെയാവുക, അതായത് ഇവിടെ 50 ഇവിടെ 100. അപ്പോൾ 100-നേക്കാൾ താഴെ ആവണം
50-നേക്കാൾ മുകളിലും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 50 to 100 എന്നുള്ള റീജിയനാണ് വരിക. അപ്പോൾ നമുക്ക് ഇതിവിടെ ശരിക്കും ഇത് ഇൻ്റർസെക്ഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഭാഗം ഉദ്ദേശിക്കുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ 100 ഇൻ്റർസെക്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 50. പക്ഷേ അത് റാൻഡം വേരിയബിൾ ആവുകൊണ്ടാണ് നമ്മളവിടെ കോമ ഇട്ടിക്കുന്നത്. നമ്മൾ സെറ്റാക്കി എഴുതുമ്പോൾ നമ്മൾ ഇൻ്റർസെക്ഷനാണ് എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, പി ഓഫ് 50 ഈ ഒരു റീജിയൻ വരെ എന്താണ് 50 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 100. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 50. അപ്പോൾ 50 to 100 എന്താ വരിക, ഗ്രേറ്റർ ദാൻ 50 1/2 നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 50 നമ്മൾ ബി പാർട്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തു. പിന്നെ 50 to 100 കാണാൻ എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് 100 മൈനസ് എഫ് ഓഫ് 50 ചെയ്യാം. അപ്പോൾ നമുക്ക് അതും കിട്ടും. അപ്പോൾ റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രോബിലിറ്റി, അതായത് ഈ പ്രോബിലിറ്റി ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യണമെന്നൊന്നുമില്ലെങ്കിൽ ജസ്റ്റ് കണ്ടിട്ട് അത് അവിടെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇതിൽ ടെക്സ്റ്റിൽ സിംപ്ലിഫൈ ചെയ്ത പോലെ ചെയ്യണം എന്നൊന്നുമില്ല, ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ആ പ്രോബിലിറ്റി കണ്ടുവെക്കുക, അത്രമാത്രം ചെയ്താൽ മതി. ഡിവിഷൻ ഇട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി, അതിനകത്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കണ്ടീഷണൽ പ്രോബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ 50 ഗിവൺ എക്സ് ലെസ് ദാൻ 100 എന്നുള്ള കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, എക്സ് ഗ്രേറ്റർ ദാൻ അപ്പോൾ എന്താ എ ഗിവൺ ബി ചെയ്യുമ്പോൾ എന്താ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. അപ്പോൾ എ എക്സ് ഗ്രേറ്റർ ദാൻ 50, ബി എക്സ് ലെസ് ദാൻ 100, പിന്നെ അടുത്തത് പി ഓഫ് എക്സ് ലെസ് ദാൻ 100. അപ്പോൾ ഇവിടെ നമ്മളോട് നോക്കിയേ, ഇവിടെ നമുക്ക് ഇത് ഇൻ്റർസെക്ഷനാണിത്. എക്സ് ഗ്രേറ്റർ ദാൻ 50 ആവണം, ലെസ് ദാൻ 100 ആവണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രേറ്റർ ദാൻ 50 ആവണം, ലെസ് ദാൻ 100 ആവണം. അപ്പോൾ നേരത്തെ അതേ സാധനം തന്നെയാണ് ഇവിടെ വരിക. അപ്പോൾ നേരത്തെ അതേ പ്രോബിലിറ്റി തന്നെയാണ് വരിക. അതായത് പി ഓഫ് ഈ ഭാഗം എന്ത് വരും, ഈ ഭാഗം എന്ത് വരും, പി ഓഫ് 50 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 100 അത് തന്നെയാണ് വരിക. അത് നമ്മൾ നേരത്തെ കണ്ടു, തൊട്ട് മുകളിൽ കണ്ടു. പിന്നെ പി ഓഫ് എക്സ് ലെസ് ദാൻ 100 അതിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ നമുക്കിനി എക്സ് ലെസ് ദാൻ 100ൻ്റെ പ്രോബിലിറ്റിയാണ് കാണേണ്ടത്. അതെന്താ വരിക, എഫ് ഓഫ് 100 ആ വരിക. എഫ് ഓഫ് 100 എന്ന് പറയുമ്പോൾ 1 മൈനസ് 1/2 e⁻⁴. എഫ് ഓഫ് 100 എങ്ങനെ കാണുക, എക്സിന് പകരം 100 കൊടുക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 എന്നുള്ള കണ്ടീഷനിൽ എക്സിന് പകരം 100 കൊടുക്കുക. നിങ്ങളൊരു ഫംഗ്ഷനിൽ ഒരു വാല്യൂ കാണാൻ നിങ്ങൾക്ക് അറിയില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് ഭയങ്കര നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് ലെസ് ദാൻ 100 ഇത് കിട്ടി. ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചതാണ്. ഇതാണ് ഇത്, അതായത് ഈ ഫസ്റ്റ് പാർട്ട് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചതാണ്. പിന്നെ ഇതേ ഡിവൈഡഡ് ബൈ ഇത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഇട്ടാലും മതി, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ഇന്ന് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. എന്താ വെച്ചാൽ ഈ പ്രോബ്ലം ഇന്നത്തോടെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ പ്രോബ്ലത്തുമ്പോൾ ഇങ്ങനെ നിന്നാൽ നമ്മളെ പോർഷൻസ് തീരൂല. അപ്പോൾ ഇതോടുകൂടെ ഇതിൻ്റെ പ്രോബ്ലവും ഈ ചാപ്റ്ററും ഇവിടെ അവസാനിച്ചു. ഓക്കെ, താങ്ക് യു.